കേരള രാഷ്ട്രീയത്തെയും പോലീസ് സേനയും ഒരേപോലെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു വൻ കൊടുങ്കാറ്റിന്റെ തുടക്കമാണിത്. അധികാരം മാറുമ്പോൾ കസേരകൾ മാത്രമല്ല, പഴയ ഫയലുകളും മാറുമെന്ന കൃത്യമായ മുന്നറിയിപ്പ്. അതെ, സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികളിൽ പൂഴ്ത്തിവച്ചിരുന്ന ആ വിവാദ ഫയൽ ഒടുവിൽ പുറത്തെടുക്കപ്പെട്ടിരിക്കുന്നു. കേരളം ഏറെ ചർച്ച ചെയ്ത ഭരണകൂടം രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ന്യായീകരിച്ച ആ ആലപ്പുഴ നവകേരള സദസ്സ് മർദ്ദന കേസ് വീണ്ടും സജീവമാവുകയാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാർ അധികാരമേറ്റയുടനെടുത്ത ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ തീരുമാനം ഇതാ പുറത്തു വന്നിരിക്കുന്നു. കേരള പോലീസിലെ ഏറ്റവും കരുത്തനായ കുറ്റവാളികളുടെ പേടി സ്വപ്നമായ KV ഷൗക്കത്ത് അലി എന്ന IPS ഉദ്യോഗസ്ഥനെ ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവനായി നിയമിച്ചിരിക്കുന്നു. വേട്ടക്കാരൻ മടങ്ങിയെത്തിക്കഴിഞ്ഞു. ഇനി ലക്ഷ്യം ആരെല്ലാമാണെന്നത് മാത്രമാണ് ബാക്കി നിൽക്കുന്ന ചോദ്യം. നമുക്കൊന്ന് പിറകോട്ട് സഞ്ചരിക്കാം. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ആ രക്ഷാപ്രവർത്തനം? മുൻ ഇടത് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് നടത്തിയ നവകേരള സദസ് എന്ന ജനസമ്പർക്ക പരിപാടി ആലപ്പുഴയിലെത്തിയപ്പോഴായിരുന്നു ആ കറുത്ത സംഭവം അരങ്ങേറിയത്. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ജനാധിപത്യപരമായി കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുമാരും പോലീസും ചേർന്ന് തെരുവിലിട്ട് ക്രൂരമായി തല്ലിച്ചതച്ചു. ചോര വാർന്നൊഴുകിയ ആ യുവാക്കളുടെ ദൃശ്യങ്ങൾ കണ്ട് കേരളം ഞെട്ടിത്തെറിച്ചു നിൽക്കുമ്പോഴാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ആ വിചിത്രമായ ന്യായീകരണം നടത്തിയത്. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗൺമാൻമാർ നടത്തിയ രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നു അത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാനിറങ്ങിയ യുവാക്കളുടെ തല അടിച്ചു പൊളിച്ചതിന് രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിച്ചത് അന്ന് വലിയ ജനരോഷത്തിന് കാരണമായിരുന്നു. എന്നാൽ കഥ അവിടെയും കൊണ്ടും തീർന്നില്ല. അധികാരം കയ്യിലുണ്ടായിരുന്ന ഭരണകൂടം പിന്നീട് നടത്തിയത് സമാനതകളില്ലാത്ത അട്ടിമറിയായിരുന്നു. സംഭവം വിവാദമായതോടെ കോടതി ഇടപെട്ടു. കേസ് അന്വേഷിക്കാൻ ജില്ലാ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി. പക്ഷേ ക്രൈംബ്രാഞ്ച് ചെയ്തത് എന്താണെന്നോ? തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മർദ്ദിച്ച പോലീസുകാർക്കും ഗൺമാൻമാർക്കും അനുകൂലമായി അവർ കോടതിയിൽ ഒരു വ്യാജ റിപ്പോർട്ട് ചമച്ചുണ്ടാക്കി. പ്രതികൾ തെറ്റുകാരല്ലെന്നും അവർ ചെയ്തത് ഡ്യൂട്ടിയുടെ ഭാഗമായുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണെന്നും കാണിച്ച് ക്രൈംബ്രാഞ്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഭരണകൂടത്തിന്റെ തണലിൽ സത്യം എന്നേക്കുമായി കുഴിച്ചു മൂടപ്പെടുമെന്ന് പലരും കരുതിയ നിമിഷം കൂടിയായിരുന്നു അത്. പക്ഷേ സത്യത്തിന് അധികകാലം ഒളിച്ചിരിക്കാനാകില്ലല്ലോ. പോലീസിന്റെ കള്ളക്കളി തിരിച്ചറിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അന്ന് ചാനലുകളിൽ തത്സമയം സംപ്രേഷണം ചെയ്ത യാതൊരുവിധ എഡിറ്റിംഗും വരുത്താത്ത യഥാർത്ഥ ദൃശ്യങ്ങൾ അവർ നേരിട്ട് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ദൃശ്യങ്ങൾ കണ്ട് കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ അധിക സമയം വേണ്ടി വന്നില്ല. പോലീസിനെതിരെയും ക്രൈംബ്രാഞ്ചിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി അന്ന് പ്രതികരിച്ചത്. ഒരു അന്വേഷണ ഏജൻസി എങ്ങനെയാണ് ഇത്രയും തരം താണ രീതിയിൽ തെളിവുകൾ കൃത്രിമമായി നിർമ്മിച്ച് കോടതിയെ പറ്റിക്കാൻ ശ്രമിക്കുന്നതെന്ന് കോടതി ചോദിച്ചു. തുടർന്ന് ഈ കേസിൽ ഒരു സമഗ്രമായ പുനരന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടു. എന്നാൽ അന്നത്തെ LDF സർക്കാർ കോടതി ഉത്തരവ് വന്നിട്ടും ആ ഫയലുകൾ ഒരു മേശപ്പുറത്തിരുന്ന് അനങ്ങാൻ സമ്മതിച്ചില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ആ ഉത്തരവ് പൂഴ്ത്തിവെക്കുകയായിരുന്നു. ഇപ്പോഴിതാ കാലം മാറിയിരിക്കുന്നു. വി.ഡി. സതീശൻ സർക്കാർ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തയുടൻ ആദ്യം പൊടി തട്ടിയെടുത്തത് കോടതി ഉത്തരവുണ്ടായിട്ടും ഇടത് സർക്കാർ പൂഴ്ത്തിയ ഇതേ ഫയലുകളാണ്. ഈ അന്വേഷണം കേവലം അന്ന് മർദ്ദിച്ച 2 ഗൺമാൻമാരിൽ മാത്രം ഒതുങ്ങില്ല എന്നതാണ് ഈ വാർത്തയെ ഇത്രമേൽ ചൂടുള്ളതാക്കുന്നത്. ഷൗക്കത്ത് അലിയെ പോലൊരു ഉദ്യോഗസ്ഥനെ ഇതിനായി നിയോഗിച്ചതിലൂടെ UDF സർക്കാർ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. അന്ന് ആ മർദ്ദന ദൃശ്യങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കാൻ കൂട്ടുനിന്നവർ, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം വ്യാജ റിപ്പോർട്ടും സമർപ്പിച്ച ഉയർന്ന ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് ഈ പുതിയ അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇനി വരാനിരിക്കുന്നത് കേരള പോലീസ് സേനയെ തന്നെ നടുക്കുന്ന നടപടികളായിരിക്കും. കാരണം രാഷ്ട്രീയ നേതാക്കളുടെ താല്പര്യങ്ങൾക്കു വേണ്ടി നിയമ സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത കള്ളത്തെളിവുകൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്താൻ ഷൗക്കത്ത് അലിയുടെ സംഘത്തിന് അധിക സമയം വേണ്ടിവരും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭരണകക്ഷിയുടെ ദാസ്യവേല ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചമർത്താൻ കൂട്ടുനിന്ന പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ സസ്പെൻഷനിലേക്കും നിയമ നടപടികളിലേക്കും നീങ്ങുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയ യജമാനന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി എന്തും ചെയ്യാമെന്ന് കരുതുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ശക്തമായ താക്കീത് കൂടിയാണ് ഈ നീക്കം. ഭരണമാറ്റമുണ്ടാകുമ്പോൾ രാഷ്ട്രീയ പ്രതികാരം സാധാരണയായി കാണാറുള്ളതാണെങ്കിലും ഇതൊരു കൃത്യമായ ക്ലീനപ്പ് ഓപ്പറേഷൻ ആണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർ ആരായാലും അവർ യൂണിഫോമിന്റെ പവർ കാണിച്ച് രക്ഷപ്പെടില്ലെന്ന് പുതിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൂടിയാണത്. അന്ന് കോടതിയെ പോലും പറ്റിക്കാൻ ധീരത കാണിച്ച ആ ഉന്നത ഉദ്യോഗസ്ഥർ ഇനി ഷൗക്കത്ത് അലിയുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ എങ്ങനെ മറുപടി പറയുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. വരും ദിവസങ്ങളിൽ പുറത്തുവരാൻ പോകുന്ന FIRകളും സസ്പെൻഷൻ ഉത്തരവുകളും കേരള രാഷ്ട്രീയത്തിലും പോലീസ് ആസ്ഥാനത്തും വലിയൊരു ഭൂകമ്പത്തിന് തന്നെ കാരണമായേക്കാം. വേട്ട തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആരൊക്കെ വീഴുമെന്നും ആരൊക്കെ രക്ഷപ്പെടുമെന്നും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം.